ഞങ്ങളുടെ തെളിവുകളുണ്ട്. ഇവര് നിഷേധിക്കട്ടെ, അല്ലെന്ന് പറയട്ടെ. ഞങ്ങളുടെ തെളിവുകളുണ്ട്. ബഹ്റ നിശ്ചയിച്ച് ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാക്കാം. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാൻ ഞങ്ങളുടെ തെളിവുകളുണ്ട്. ഞങ്ങൾ ഹാജരാക്കാം തെളിവുകൾ. അദ്ദേഹം നമ്മുടെയൊക്കെ വലിയ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ CPM പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്ക്. ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് പത്മജ വേണുഗോപാൽ BJP ചേരാനുള്ള എല്ലാ മിഡിൽമെൻ വർക്കും അദ്ദേഹം ചെയ്തത്. ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ലെങ്കിൽ ഇതിന് വെറുതെ റോട്ടിലിരിക്കുന്ന ഒരാളെ കുറിച്ച്, തൂണിച്ചാരിയിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ? ലോക്നാഥ് ബെഹ്റയെ വെറുതെ ആകാശത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്താണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പിറ്റേ ദിവസം ഏറ്റവും ആഹ്ലാദം ആർക്കായിരുന്നു? കേരളത്തിൽ ഇവർ BJP ചേർന്നപ്പോൾ ഏറ്റവും ആഹ്ലാദം ആർക്കായിരുന്നു? മുഖ്യമന്ത്രിയുടെ പറഞ്ഞില്ലേ, നാണം കെട്ട പാർട്ടി കോൺഗ്രസിന്. അതൊക്കെ പറഞ്ഞിരിക്കുന്നവരെയൊക്കെ പുറത്തു വിടും. കൃത്യമായ സമയത്ത് അത് തരും. തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി ചൂടാവട്ടെ. അവര് പറയുന്നതിൽ എന്ത് യുക്തിയുള്ളത്? അവർക്കൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ലോക്നാഥ് ബെഹ്റ വഴി പോയെന്നുള്ളതല്ലല്ലോ, ഒരാൾ പോയി എന്നുള്ളതല്ലേ ഒരു ഫാക്ട്. അതിന് ഇടനിലക്കാരായി ഇയാൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം. അതല്ലേ പ്രശ്നം. മനസ്സിലായില്ലേ? അതല്ലേ പ്രശ്നം.